അപ്പോൾ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നൊരു പ്രധാനപ്പെട്ട വീഡിയോ കാണിച്ചു തരാമെന്നേ. ഞാനിങ്ങ് കണ്ണൂർ ജില്ലയിൽ മാണിയൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു നെൽകൃഷി ആയിട്ട് കൊയ്തിട്ട് അതിൻ്റെ നെല്ല് എടുത്തു കൊണ്ടുപോകാൻ വന്നതാണ്. അപ്പോൾ പശുവുണ്ട്, പശുവിന് കുറച്ച് പുല്ല് അരിയണോ അങ്ങനെയെല്ലാം കൂടി വന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഒരു കൃഷീൻ്റെ കാഴ്ച ഞാൻ കാണിച്ചു തരാം. തമിഴ്നാട് മാത്രമല്ല, നമ്മളെ കണ്ണൂർ ജില്ലയിലും തമിഴ്നാട് പോലത്തെ സ്ഥലമുണ്ട് കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം. നമ്മൾ പളനിയെല്ലാം പോകുമ്പോൾ ഇതുപോലെ നെല്ല് കയറ്റുന്നത് നമ്മളിങ്ങനെ വണ്ടിയിൽ പോകുമ്പോൾ ഇങ്ങനെ നെല്ല് കയറ്റുന്നതെല്ലാം കാണും. നമ്മളിങ്ങനെ നല്ല ആസ്വദിക്കും. അപ്പോൾ ഇത് കണ്ട നമ്മൾ തമിഴ്നാട്ടിലൊന്നും പോകണ്ട, നമ്മളെ വയൽ കണ്ട. ഇതൊരു ഭാഗേ ഉള്ളൂ കേട്ടോ, വേറെയും വലിയ വയലുണ്ട്. വയൽ ഇതാണ് മാണിയൂർ വയൽ എന്ന് പറയും. നമ്മളെ കണ്ണൂർ ജില്ലയിൽ ഏറ്റവും വലുതാണെന്നോ എന്നെ അറിയില്ല. നമ്മളെ മുണ്ടേരി പുഴേൻ്റെ എല്ലാം അടുത്തായിട്ട് വരും, അങ്ങനെയുള്ള വയലാണ്. അപ്പോൾ ഒരുപാട് ആൾ കൊയ്ത് കേട്ടോ. അതാ പുല്ലെല്ലാം അതിന് വൈക്കോല് കണ്ട ഉരുട്ടി ഇട്ടിട്ട് അതിൻ്റെ വണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ കുറച്ച് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ പുരുഷന്മാരാണ് കേട്ടോ. നമ്മളെ നാട്ടിലെല്ലാം കൃഷി ചെയ്യാൻ ഇറങ്ങുന്നത് സ്ത്രീകളല്ല. സ്ത്രീകൾക്കൊന്നും വെയിൽ കൊണ്ടുവിടുക. അപ്പോൾ പുരുഷന്മാർ ഗ്രൂപ്പായിട്ടാണ് കേട്ടോ. അപ്പോൾ ഒരു ഗ്രൂപ്പാണ് ഇടുന്നത് നെല്ല് കെട്ടുന്നത്. അങ്ങ് വേറൊരു ഗ്രൂപ്പിൻ്റെത് വൃത്തിയാക്കുന്നുണ്ട് അവർ. എല്ലാവരും കൊയ്ത് വണ്ടി അവിടെ വയലിലങ്ങനെ ചെരിഞ്ഞു കൊടുക്കും. പിന്നെ എല്ലാവരും വൃത്തിയാക്കിയിട്ട് ഇവിടെ നല്ല കാറ്റ് കിട്ടും. ഈ വയലിൽ അങ്ങനെയാണ്, ഭയങ്കര കാറ്റാണ്. ഉച്ച കഴിഞ്ഞാൽ ഭയങ്കര കാറ്റാണ്. അപ്പോൾ നല്ല വൃത്തിയാക്കും. അങ്ങനെ വൃത്തിയാക്കിയിട്ട് എടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു നല്ല നെല്ല് വിളഞ്ഞിട്ടെല്ലാം കാണാൻ ഭയങ്കര കുറേ കൊയ്തിനില്ല. അത് കുറച്ച് വിത്ത് മാറിപ്പോയതാണെന്നാണ് പറഞ്ഞ്. കുറച്ച് വൈകിട്ടാകുന്ന വിത്താണെന്ന്. അതൊന്നും നല്ല നെല്ലാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു കാഴ്ചയാണ് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും വൈക്കോല് വേണമെങ്കിൽ ഈ വയലിൽ വന്നാൽ മതി കേട്ടോ. ഈ ചെക്കിക്കുളം, കണ്ണൂർ ജില്ലയിൽ ചെക്കിക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നാൽ മുണ്ടേരി മുട്ടയായാലും മതി. അവിടെ വന്നാൽ ആരെങ്കിലും ആയിട്ട് പറഞ്ഞു തരും. അപ്പോൾ വണ്ടിയെടുത്ത് വന്നാൽ ഇഷ്ടം പോലെ കയറ്റി പോകാം. അറിയാം, പുല്ല് വേണ്ടുന്നവർക്ക്. പുല്ല് എന്ന് പറഞ്ഞാലുണ്ടല്ലോ, നമ്മൾ നാട്ടിൽ പുല്ല് എന്നാണ് പറയുക കേട്ടോ. പശുവിന് കൊടുക്കുന്ന പച്ചപ്പുല്ലു ഈ പുല്ലിന് വല്ലതും പുല്ല് എന്ന് പറയാം. പക്ഷേങ്കിൽ വൈക്കോലാന്നേ. വൈക്കോല് വേണ്ടുന്നവർ ഇപ്പം വന്നാൽ ഫാമിലുള്ളവരാണെങ്കിൽ ഇഷ്ടം പോലെ കെട്ടിയിട്ട് പോകാം കേട്ടോ. ഇത് ഉരുട്ടുന്ന വണ്ടിയാന്നേ. ഉരുട്ടുന്ന വണ്ടി ഇവിടെ വന്നിട്ടുണ്ട്. കുറേ ആളത് ഉരുട്ടി. നല്ല ഇതിപ്പോൾ ഒരു നല്ല കുനി ചിറയാന്ന്, തെങ്ങും കങ്ങുള്ള. ഇതിൻ്റെ അപ്പുറത്തും വേറൊരു വയലാണ്, വലിയ വയലാണ്. അങ്ങനെ ഈ ഭാഗം വയൽ തന്നെയാണ്, വയലേ ഉള്ളൂ. വലിയ വയൽ. വർഷമായാൽ പിന്നെ ഇവർക്ക് പശുവിനെ പോറ്റാനോ ഒന്നും കഴിയില്ല, സ്റ്റോക്ക് ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ള വയലും കരയാണ്. മുമ്പെല്ലാം വിറകിനും വല്ല ക്ഷാമല്ലേ. ഇപ്പം പിന്നെ ആർക്കും വിറകൊന്നും വേണ്ടല്ലോ. അപ്പോൾ നല്ല വയലൊന്ന് കയറി ഇരിക്കുക. ഞാനിവിടെ ക്ഷീണം പിടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കലാന്ന് കേട്ടോ. എന്ന് വെച്ചാൽ എനക്കിങ്ങനെ അധികം വെയിൽ കൊണ്ടുവിടാം. നമ്മൾ ഈ നാട്ടിലുള്ളവർക്ക് അത് നല്ല ഈ തമിഴ്നാട്ടിലെ ഉള്ളവരെ പോലെ തന്നെയാണ്. ഇപ്പം കണ്ട അവർ വെയിൽ കൊണ്ട് പണിയെടുക്കുന്നുണ്ട്. ഞാനിപ്പം കുറച്ച് പുലരിയുമ്പോഴേക്കന്നെ എനിക്ക് ക്ഷീണം പിടിച്ച്. അതാണ് ഈ നാട്ടിൽ അങ്ങനെ അവർക്ക് ആ ഒരു വെയിൽ കൊണ്ടിട്ടുള്ള നല്ല അങ്ങനെയുള്ള ശരീരമാണ് അവർക്ക് പ്രധാനപ്പെട്ട കൃഷിയാണ് തമിഴ്നാട്ട് പോലെ തന്നെ. ഞാൻ പറയും ഇവിടെ വന്നാൽ നമ്മൾ തമിഴ്നാട്ട് പളനി പോകുമ്പോൾ ഇത് കണ്ടിങ്ങനെ അതിശയം പോലെ പറയൂ. അപ്പോൾ ഇത് കണ്ടാൽ അതിശയമൊന്നുമില്ല. അതുപോലെ തന്നെ അവിടെയുള്ളത്. ഇപ്പം പിന്നെ വണ്ടി മൂരുന്ന്, വണ്ടി പുല്ല് കെട്ടുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.